അപ്പോൾ ഗോയ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനാലിയിലാണ് കേട്ടോ. 3 ദിവസമായി മനാലിലെത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, വിശാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ ഒരു ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ട്രിപ്പിഫ്ലൈ. നിങ്ങൾ കേരളത്തിലുള്ള ഒരു കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും എന്തായാലും. അപ്പോൾ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് നിൽക്കുന്നത്. ഇന്നാണ് മനാലി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്, കാരണം ഇന്നലെയൊക്കെ ഫുൾ മഴയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ലേയിലായിരുന്നു. ലേയിൽ നിന്ന് മനാലിയിലേക്കുള്ള 17 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രക്ക് യാത്രയുടെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അയ്യോ, അതൊരു അന്യായ യാത്രയായിരുന്നു. അപ്പം അത് നമ്മൾ വണ്ടിയെല്ലാം ട്രക്കിൽ കയറ്റിയിട്ട് ലേമൺ ഹൈവേ നമ്മൾ 2 വീലർ അലൗഡ് അല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, മനാലിലേക്ക് വന്നത്. അപ്പം വന്ന് ഒരു ദിവസം ഫുള്ള് റെസ്റ്റായിരുന്നു, കിടപ്പായിരുന്നു. ഒരു ദിവസം ഇന്നലെ ഫുള്ള് മഴ കാരണം പോയി. അപ്പം ഇന്നിപ്പോൾ എന്തായാലും മനാലി പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. ഇവിടെ മനാലിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാൾ റോഡിനടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ്, ട്രിപ്പിഫ്ലൈയിലാണ്. അപ്പം ഇവിടുന്ന് മാൾ റോഡൊക്കെ എന്തായാലും നമ്മൾ പോകും, വൈകുന്നേരമായിരിക്കും മിക്കവാറും മാൾ റോഡ് പോകുന്നത്. കാരണം അതൊരു ഈവനിങ്ങിലായിരിക്കും കുറച്ച് നല്ല തിരക്കും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുക. പിന്നെ 1-2 വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ അടുത്ത്. പിന്നെ ട്രക്ക് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഈ പുറകിൽ കാണുന്നതാണ് ആ ഒരു ട്രിപ്പിഫ്ലൈ എന്ന് പറഞ്ഞ ആ ഒരു ഹോം സ്റ്റേ. ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ മുകളിൽ ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നിൽക്കുന്നത്. അതെ, ട്രാവൽ റെക്കോർഡ്സ് ബൈ റെനി. ഇവനെ ലേന്ന് കിട്ടിയതാണ്. അവനും എൻ്റെ കൂടെ ഉണ്ട്. അവനും ഡിയോയിലാണ്. അപ്പം എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്, ജോഗിനി വാട്ടർഫോൾസ്. ഏകദേശം താഴെ വരെ നമ്മുടെ 2 വീലേഴ്സ് കൂടെ വരികയാണെങ്കിൽ താഴെ വരെ വരും. പിന്നെ കാറായിട്ട് വരുവാണെങ്കിലും താഴെ പാർക്കിംഗ് ഏരിയാസൊക്കെ കുറേ ഉണ്ട്, പെയ്ഡ് പാർക്കിംഗ് ഏരിയകളുണ്ട്. അതുകൊണ്ട് വെച്ചാൽ മതി. ഇതാണ് ആ ഒരു വാട്ടർഫോളിൻ്റെ മുകളിലേക്കുള്ള വഴി. ഇവിടെ നോക്കുമ്പോൾ വാട്ടർഫോളിൻ്റെ ചെറുതായിട്ട് കാണാൻ പറ്റും, പക്ഷേ പ്രോപ്പർ വ്യൂ കിട്ടണമെങ്കിൽ മേളത്തിന് പോകണം. ഈ കാണുന്ന കയറ്റം മൊത്തം കയറാറിലാണ്. അത് ആ ദൂരം മുകളിൽ കാണുന്ന ആ ഒരു ഭാഗമില്ല, അവിടെയാണ് വാട്ടർഫോൾ വരുന്നത്. നമുക്ക് ആ ഒരു വാട്ടർഫോളിനോട് എത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ജോഗിനി വാട്ടർഫോള്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് വാട്ടർഫോൾ കാണാനായിട്ട്. നമ്മൾ പ്രോപ്പർ മഴക്കാലത്തല്ല വന്നേക്കുന്നത്, എന്തായാലും അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള വാട്ടർഫോളാണ്, കൊള്ളാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, താഴേക്കുള്ള വഴി ബ്ലോക്ക്ഡാണ്. ഇവിടം വരെ വരാൻ പറ്റും. എന്തായാലും വെള്ളം അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിൽക്കുമൊന്നുമല്ല, വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും കൊള്ളാം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ജസ്റ്റ് കണ്ടു തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് ഇവിടുന്ന് നമ്മൾ കയറി വന്ന റൂട്ട് ഈ വഴിയാണ്. ഇതവിടെയാണ് എൻ്റെ വണ്ടിയൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഈ ഭാഗത്തൂടെയൊക്കെ വരാൻ പറ്റും കേട്ടോ. വേറെ റൂട്ടുകൾ പലതുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. എന്തായാലും നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ജോഗിനി ഫോൾസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റോത്താങ് പാസ് കയറാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഗുലാബ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. നമ്മൾ 2 വീലേഴ്സ് ഇവിടെ വരെ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് 2 വീലേഴ്സ് അലൗഡ് അല്ല. നമ്മൾ കാറിൽ പോവുകയോ അല്ലെങ്കിൽ അവിടുന്ന് ടാക്സി എടുക്കുകയോ ചെയ്യേണ്ടി വരും. ടാക്സി ഒരു വണ്ടിക്ക് അറൗണ്ട് ഒരു 5000 റുപ്പീസ്, ബാർഗെയിൻ ചെയ്ത് കുറച്ചിട്ടായിരിക്കും. ഒരു 6-7 പേർക്കൊക്കെ ആ ഒരു റേറ്റ് വരും. സോ പെർ ഹെഡ് ഒരു 500 റുപ്പീസിനൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരിക്കും. പോയിട്ട് വരാൻ പറ്റും റോത്താങ്ങിലേക്ക്. ഒരു 8-10 പാസുകൾ ഓൾറെഡി നമ്മൾ കാശ്മീരിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോത്താങ് കയറണമെന്നും ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പോകാൻ പറ്റുകയാണെങ്കിൽ പോകാനുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ അവിടെ സ്നോ ഉണ്ട് മുകളിലെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഞാനും റെനിയുണ്ട്. റെനീനെ എനിക്ക് വഴിയിൽ നിന്ന് പിന്നെയും കിട്ടി. ഞങ്ങൾ ഒരുമിച്ചല്ല ഇറങ്ങിയത്, പക്ഷേ വഴിയിൽ വെച്ചിട്ട് പിന്നെയും കണ്ടു. ഇത് ആ ഒരു റോത്താങ്ങിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റോക്ക് ഫോളിങ് ഏരിയ ആണ്. ഇടയ്ക്കിടയ്ക്ക് പറക്കലൊക്കെ ഉരുണ്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ ഒരു വലിയ വാറ ഉരുണ്ട് ഫ്രണ്ടിൽ കൂടെ പോയി. എൻ്റെ വല്ല അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ റോഡിൽ കൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നത്. അതിൽ ഇവിടെയൊക്കെ കുറേ വ്യൂ പോയിന്റുകളുണ്ട്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു അറ്റാ ടണലിൻ്റെ ഭാഗത്തേക്ക് പോകണം. നമ്മൾ സോളങ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തി കേട്ടോ. അപ്പം അവിടെ നിന്നുള്ളൊരു കുറേ കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ഇവിടെയാണ് ഒരു പാരാഗ്ലൈഡിങ് പോയിന്റ് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അറ്റാൽ ടണലിലാണ് കേട്ടോ. ഇത് ടണലിലേക്കുള്ള എൻട്രൻസ് പോയിൻ്റാണ് അറ്റാൽ ടണൽ. ഇതിൻ്റെ സൗത്ത് പോർട്ടലാണ് നിൽക്കുന്നത്, അതായത് നമ്മളുടെ മനാലി സൈഡിലുള്ള. അപ്പോൾ റോത്താങ് പാസ് ഉണ്ടല്ലോ, ഈ റോത്താങ് പാസ് കയറി ഇറങ്ങുന്നതിന് പകരമായിട്ടാണ് ഈ അറ്റാൽ ടണൽ പണിതിട്ടുള്ളത്. സീ ലെവലിൽ നിന്നും 10,000 ഫീറ്റിനേക്കാളും മുകളിൽ നൽകുന്ന ടണലുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലാണ് അറ്റാൽ ടണൽ. അതായത് 9 കിലോമീറ്ററാണ് ഈ ഒരു ടണലിൻ്റെ നീളം. ഈ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് 2000-ൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് കേട്ടോ.
ആദ്യം ഈ ടണലിന്റെ പേര് റോത്താങ് ടണൽ എന്നായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അടൽ ടണൽ എന്ന് മാറ്റിയതാണ് കേട്ടോ. 2000 അനൗൺസ് ചെയ്തെങ്കിലും 2010 ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നീട് അടുത്ത 10 വർഷം കൊണ്ട് ടണൽ പൂർത്തീകരിക്കുകയും 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ടണൽ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ ടണലിന് 4 വയസ്സ് പ്രായമുണ്ടെന്ന് അർത്ഥം. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ടണലുകളിലും റോഡുകളൊക്കെ പണിയുന്നത് BRO ആണ് കേട്ടോ, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. എന്തായാലും ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് പണിതൊരു ടണലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ടണലിനുള്ളിൽ കൂടെ പോകാനാണെങ്കിലും നല്ലൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ സാധാരണ വിന്റർ സമയങ്ങളിൽ റോത്താങ് പാസിൽ മഞ്ഞ് വീണിട്ട് ആ ഒരു പാസ് റോഡ് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരു ടണൽ വന്നതിന് ശേഷം വർഷം മുഴുവൻ വണ്ടികൾക്കെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള ഹൈവേ ആണ്. പക്ഷെ ലേ വരെ നിലവിൽ വർഷം മുഴുവനുള്ള കണക്ടിവിറ്റി ഇല്ല. കാരണം വിന്റർ സമയങ്ങളിൽ ബാരലച്ച പാസിലൊക്കെ മഞ്ഞ് വീണിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലോസ്ഡ് ആവും. അപ്പോൾ ലേ വരെ വർഷം മുഴുവൻ കണക്ടിവിറ്റി വേണമെങ്കിൽ ഇനിയും ടണലുകൾ പണിയേണ്ടതായിട്ട് വരും. ടണലിനുള്ളിൽ വണ്ടി നിർത്താനോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനോ ശ്രമിക്കരുത് കേട്ടോ. നമ്മളിത് ഈ ടണലിനുള്ളിൽ കൂടെ കയറി കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. മണാലി സൈഡിലേക്കൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ടണലിലൂടെ ഒന്ന് കാണണം കേട്ടോ. നമ്മളോടൊരു ചോളം വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ റോത്താങ് പാസിന്റെ അടൽ ടണലിന്റെ തൊട്ടടുത്തുള്ള ഒരു ചോളക്കടയാണ്. ഒരു ചോളം കഴിച്ചോട്ടെ. നമ്മുടെ ചോളം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് തിരിച്ച് അടൽ ടണൽ കണ്ടിട്ട് തിരിച്ച് മണാലിയിലേക്ക് പോവാണ്. 30-35 കിലോമീറ്റർ ഓടിക്കാനുണ്ട്. ഇടയിലൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അപ്പം സൈഡാക്കിയതാണ്. ഈ ഒരു സ്ഥലം നോക്കിക്കേ, അത്യാവശ്യം ഓക്കെയാണ്. ഒരു ചെറിയൊരു പുഴ പോലൊക്കെ ഉണ്ട് കണ്ടിട്ട്. പക്ഷെ കണ്ടിട്ട് പിന്നെ ലാൻഡ് സ്ലൈഡ് ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവനും നിൽപ്പുണ്ട്, ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ഒരു കമ്പൈൻ എന്താ പറയാ വീഡിയോ ഉണ്ടാവുള്ളൂ. ഇവൻ നാളെ ഷിംലയ്ക്ക് പോവാണ് എന്നാണ് പറയുന്നത്. ഞാൻ മിക്കവാറും മണാലിത്തിനുണ്ടാവും. ഞാൻ വേറെ റൂട്ടായിരിക്കും പോകുന്നത്. നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് അത് കാണാം. അത് നാളെ നിനക്ക് ഞാൻ യാത്ര ആയിപ്പോ. ഞങ്ങളുടെ വണ്ടി രണ്ടും KL14. അവൻ്റെ കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. എൻ്റെ ആലുവ KL41. നോക്കിക്കേ, നിലമ്പൂരാണ്. ഞങ്ങൾ വെറുതെ വെച്ചിട്ട് 2 ഫോട്ടോയൊക്കെ എടുത്ത് ഈ ഒരു ആംബിയൻസിൽ അത്യാവശ്യം സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മാൾ റോഡിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളുടെ ഹോം സ്റ്റേ ഒക്കെ ഉള്ളത് അവിടെയാണ്. മാൾ റോഡിൽ പോയിട്ട് ഒന്ന് റൗണ്ടൊക്കെ അടിക്കുക. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. എന്താ ഇതിനൊരു ഹിരുമ്പ. അത് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ അവിടെ കയറും. ബ്ലോക്കാണ്, ഭയങ്കര തിരക്കാണ്. വണ്ടി എവിടെയും പാർക്കിംഗ് വെച്ചിട്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് കയറും. പിന്നെ വേറെ എന്തൊക്കെ 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അത് നമ്മൾ നാളെ കവർ ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് ഇതൊക്കെ പോയേക്കാം. നമ്മൾ ഓൺ ദ വേയിൽ ഹോട്ട് എയർ ബലൂണിൻ്റെ കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അതൊക്കെ ആളുണ്ട്. നമ്മൾ ഓൺ ദ വേയിൽ ഇവിടെ വഴിയിൽ സിപ്പ് ലൈൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ അവൻ എനിക്ക് ഭയങ്കര കയറണം എന്ന് ഭയങ്കര ആഗ്രഹം. അതൊരു കയറിയിട്ടില്ല. അപ്പോൾ അവൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഓൾറെഡി കയറിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ല. പിന്നെ ഫണ്ടും ഇല്ല. അപ്പം സിപ്പ് ലൈൻ ഒഴിവാക്കുകയാണ്. അവനെന്തായാലും പോയിട്ട് വരട്ടെ. അവന് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. പോയി വരൂ. ആളെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഗുയ്സ്, നമ്മളിതേ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഹഡിംബ ടെമ്പിൾ. പണ്ടത്തെ ടെമ്പിളാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് വരാം. ഇതാണ് ആ ഒരു അമ്പലം. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല തിരക്കുണ്ട് ഇവിടെ. സോളോ സഞ്ചാരി കണ്ടായിരുന്നോ? അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തില്ല, നല്ല തിരക്കാണ്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് മാൾ റോഡിൽ എത്തിയിട്ടുണ്ട്. മാൾ റോഡിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു പെയ്ഡ് പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ട്. റോഡിൽ വണ്ടി വെച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന സീൻ ഉണ്ടാവുന്നതിനേക്കാളും നല്ലതല്ലേ 30 രൂപ കൊടുത്ത് പാർക്ക് ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്. നമ്മൾ ഈവനിങ് വന്നേക്കുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതാണ് ആ ഒരു മാൾ റോഡിൻ്റെ ആ ഒരു ഭാഗം. സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് കടകളും ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസുമാണ് കേട്ടോ. ഇത് മെയിനായിട്ട് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഭൂരിഭാഗം പേരും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഞാനും അവനുണ്ട്.
എന്തായാലും നമുക്ക് മാൾ റോഡിൻ്റെ അകത്തേക്കാണ്. ഗുയ്സ് നല്ല അന്യായ തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മൾ വന്നേക്കുന്നത് ഫ്രൈഡേ ഈവനിങ് സമയത്താണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. എന്തായാലും ഒന്ന് നടന്നു നോക്കാം. ഇവിടെ എല്ലാ സമയങ്ങൾക്കും റേറ്റ് കൂടുതലായിരിക്കുള്ളൂ, ഫുഡിനൊക്കെ പ്രത്യേകിച്ച്. ഇവിടെയൊക്കെ ഓരോ കടകളുണ്ട്. നല്ല തിരക്കല്ലേ? നല്ല ഉത്സവപ്പറമ്പ് പോയ പോലെ ഉണ്ട്. ഉത്സവപ്പറമ്പിൽ പോയ പോലെ ഉണ്ട്. അതെ, ഉത്സവപ്പറമ്പിലേക്കുള്ള ആളുണ്ട് കേട്ടോ, അതിലേറെ ഉണ്ട്. ആണ് സ്ഥലം. ഇവിടെ മാൾ റോഡിൽ ഒരാളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്, നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഉണ്ടോ. നമ്മളിത് ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞു കേട്ടോ, അത് കഴിക്കട്ടെ. നമ്മൾ നിൽക്കുന്ന ആ ഒരു ട്രിപ്പിഫൈ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ആണിത്. ആക്ച്വലി ഇത് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഉണ്ട്, ആ ഒരു വില്ലേജിലേക്കുള്ള വഴിയാണിത്. ഇവിടെ ഇപ്പോൾ ഇത്രയും നേരം മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്. തോർന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മുടെ വിശാലിൻ്റെ ഡോഗാണത്, റാഡോ എന്താ മൈൻഡ് ചെയ്തില്ല. ഞങ്ങളിപ്പോൾ ചുമ്മാ ഒന്ന് ഈ പൈൻ ഫോറസ്റ്റിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്, മല ചെത്തി ഉണ്ടാക്കിക്കുന്ന വീടുകളാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ചില വീടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ റിസ്ക് ആയിട്ട് തോന്നും, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുണ്ടല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റിൽ കയറിയ പ്രതീതി. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലേ അല്ലേ? റാഡോ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്, അവൻ്റെ പേര് ലൂസി. ആൺപട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ലേ ലൂസി? ലൂസിഫർ എന്നാ മൊത്തം പേര്. ശരി ലൂസി ഉണ്ടാ, ഗുഡ് ബോയ് ആണ്, നല്ല പ്രായമുണ്ട് ഇവന്. ഗുയ്സ്, ഞാനിവിടെ ട്രിപ്പിഫ്ലൈയിൽ നിന്ന സമയത്തൊക്കെ ഫുഡ് കഴിച്ചത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവനാണ് കേട്ടോ ഇവിടുത്തെ ഷെഫ്. ആളൊരു പാവമാണ്, നല്ല ഫുഡുമായിരുന്നു. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും നല്ല രസമാണ്. അത്യാവശ്യം പൂക്കളും മരങ്ങളൊക്കെ ആയിട്ട് ഒരു വൈബ് സ്ഥലമാണ്, ഒരു ഓഫ് ബീറ്റ് പ്ലേസ് ആണ് ആക്ച്വലി. ഒരു മലഞ്ചെരുവിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറച്ചൊരു നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ അധികം സജസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ അല്ലാതെ വരുന്ന ആളുകൾ, ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ട് ആയിരിക്കും. കാരണം ആ ഒരു സിറ്റിയുടെയും ആ ഒരു ക്രൗഡിൻ്റെയൊക്കെ അവിടുന്ന് കുറേ മാറിയിട്ട് ഒരു ഓഫ് ബീറ്റ് പ്ലേസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് ഫുൾ മഴയാണ്. ഈ മഴയത്ത് ഒരു കട്ടനൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് മഴ കണ്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് വൈവാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു ചെറിയുടെ മരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ചെറിയാണ്, നല്ല മധുരമുള്ള ചെറിയാണ്. പിന്നെ മുമ്പിൽ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. അതിൻ്റെ സീസൺ ആയിട്ടില്ല, സീസൺ ആകുമ്പോഴത്തേക്ക് അതും നല്ല ഫുള്ള് ആപ്പിളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ കൂടുതലും ഞാൻ മനാലിയിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇവിടുത്തെ ആ ഒരു കാമായിട്ടുള്ള വൈബ് എൻജോയ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ വൈശാഖ് ആണെങ്കിലും ആള് നൈസാണ്. എന്തായാലും അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമ്മൾ ഇവിടെയാണ് നിന്നിരുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഡോർമെറ്ററീസ് ഒക്കെ വരുന്നത്, റൂംസ് ഒക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ജസ്റ്റ് റൂംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. വിശാൽ ഇവിടെ ഇല്ല, അവൻ കൊടൈയിലാണ്. കൊടൈക്കനാൽ അവർ വേറൊരു പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാരണം അവൻ അവിടെയാണ്. അപ്പം ഈ റൂംസ്, ഇത് ഇവരുടെ ഒരു റൂമാണ്. ഇതിവിടെ എത്ര റൂമുണ്ട്? ഇങ്ങനത്തെ 3 റൂംസ് ഉണ്ടല്ലേ? അപ്പോൾ ഇതേപോലത്തെ 3 റൂംസ് ഉണ്ട്. ഇത് ഇവരുടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്, ഒരു അറ്റാച്ച്ഡ് റൂമാണ്. അപ്പം ഇതേപോലത്തെ 3 റൂംസ് ഉണ്ട് ഇവർക്ക്. ബാക്കി റൂമിലൊക്കെ ആളുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ല. സെയിം തന്നെ, ഈ ഒരു ഐഡിയ സംഭവം തന്നെയാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതുപോലെയാണ് വിശാലിൻ്റെ അനിയൻ ഇവരുണ്ട്. അടാ, ഇവനാണ് വൈശാഖ്, നമ്മുടെ വിശാലിൻ്റെ അനിയനാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പം പതുക്കെ ഞാൻ ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. റൂംസ് ഒരു 3 പേർക്കൊക്കെ നിൽക്കാവുന്നതാണ്, 3-4 പേർക്കൊക്കെ നിൽക്കാവുന്നതാണ്. ഒരു 900 റേറ്റിലൊക്കെ റൂംസ് കിട്ടും. അതുപോലെ തന്നെ ഡോർമെറ്ററീസ് ഉണ്ട്. ഞാൻ ഡോർമെറ്ററിലാണ് നിന്നിരുന്നത്, അതും ഏകദേശം ഒരു 300-350 ആ റേഞ്ചിലൊക്കെയാണ് ഡോർമെറ്ററിയുടെ റേറ്റ് വരുന്നത് കേട്ടോ. ഡോമൊക്കെ വരുന്നത് ഇവിടെയാണ്, ഇവിടെ മുകളിലാണ് ഡോംസ് വരുന്നത്. റെനി അവൻ 2 പേരുണ്ട്. പോവാണ്. പിന്നെ ഇത് ഞങ്ങളുടെ സാധനങ്ങൾ വാരി വലിച്ചിട്ടേക്കുന്നതിൻ്റെ അലമ്പാണ്. ആക്ച്വലി ഇതൊരു 6 ബെഡ് ഡോമാണ്. ഇവിടെ ഒരു 4 ബെഡ് വരുന്നുണ്ട്. പിന്നെ അവിടെ ആളുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. 2 ബെഡ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെയും ഡോർമെറ്ററീസ് ഉണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു 4 ബെഡ് ഡോം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാണ്. എല്ലാവരും പറയുന്നുള്ള ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ അതും കാണാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.